ഇന്നത്തെ സന്തോഷം എന്ത് മാത്രമാണെന്ന് അറിയാമോ? കുറച്ച് അല്ലല്ല കുറേ നാളുകൾക്ക് ശേഷം ഞാനും അഞ്ജനും കൂടെ ഒരുമിച്ച് ഇന്ന് ഡാൻസ് ചെയ്യാൻ പോകും. അതിന്റെ പ്രാക്ടീസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. സത്യം പറഞ്ഞ ഡെലിവറി കഴിഞ്ഞ് ഈ ഒരു ബ്രേക്ക് കഴിഞ്ഞ് തുടങ്ങണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പണ്ടത്തെക്കാട്ടിലും വണ്ണം വെച്ചു, ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞു എന്നുള്ള ഓരോ കാര്യങ്ങൾ കാരണം ഞാൻ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടേ ഇരിക്കുവായിരുന്നു. പിന്നെ ഞാൻ തന്നെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നു. നമുക്കൊരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യുക, എല്ലാം സെറ്റായിട്ട് ചെയ്യണം എന്ന് നിന്നാൽ ചിലപ്പോൾ ആ കാര്യമേ നടക്കില്ല, നമ്മുടെ ആഗ്രഹവും അങ്ങ് കഴിഞ്ഞു പോകും. കുഞ്ഞുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അമ്മയും കൊച്ചും അച്ഛനും അനീഷേട്ടനും ഒക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയത്. ഉണ്ണിച്ചേട്ടൻ ശരിക്കും എന്നെ പോലെ തന്നെ കുറെ നാൾക്ക് ശേഷമാണ് ഡാൻസ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഡ്രസ്സെല്ലാം ചെയ്ത് റെഡിയായി. വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പല പ്ലേസിൽ ഇതുപോലെ നിന്ന് വീഡിയോ എടുത്ത് നോക്കും, ലൈറ്റിംഗ് ഒക്കെ കറക്റ്റ് എവിടാ കിട്ടുന്നതെന്നുള്ളത്. അങ്ങനെ പല പ്ലേസിൽ നോക്കി ഇരുന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്ഥലമാണ്. ആ ഡാൻസ് എടുത്തോണ്ടിരുന്നപ്പോൾ തന്നെ നീലൂട്ടൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നീലൂട്ടന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ അടുത്ത ഡ്രസ്സ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡാൻസ് എടുക്കാൻ പോവാണ്. പക്ക പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, എന്നാലും അതങ്ങനെ ഞങ്ങൾ ചെയ്തു. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വളരെ ചെറിയൊരു കാര്യമാണെന്ന് പറഞ്ഞാലും കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് എനിക്ക് ആക്ച്വലി നല്ല ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഇതുവരെ ചെയ്യാൻ പറ്റാഞ്ഞൊരു കാര്യമായിരുന്നു ഇത്. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഉണ്ടായി. ഈ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ന്യൂ മോംസിന് വേണ്ടിയിട്ടല്ല, ന്യൂ മോംസിന് ചുറ്റിനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചുറ്റിനുള്ള ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടിയേ പറ്റുള്ളൂ. അവർ ചിലപ്പോൾ തുറന്ന് ചോദിക്കില്ലായിരിക്കും, പക്ഷെ അതിനർത്ഥം ആഗ്രഹം ഇല്ലെന്നല്ല.